ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണ. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ചതായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും, അതായത് എല്ലാ മനുഷ്യരുടെയും പ്രശ്നം ഒന്നു തന്നെയാണ്. ബുദ്ധിമുട്ടുകൾ നമുക്ക് ചുറ്റും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മെച്ചപ്പെട്ടതിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ മോശമായത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ സ്വത്തിനെക്കുറിച്ചും നമ്മുടെ എല്ലാ കഴിവുകളെക്കുറിച്ചുമെല്ലാം വീമ്പിളക്കാനും അവയെ പരിപാലിക്കാനും സൂക്ഷിക്കാനും വേണ്ടി നമ്മൾ സ്വയം കള്ളന്മാരും സ്വേച്ഛാധിപതികളുമായിത്തീരുന്നു. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നാം ജന്മനാ പാപിയും സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പാപികളായിരിക്കുന്നതിനാലുമാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും വഞ്ചന നിറഞ്ഞതാണ്. സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള രോഗത്താൽ വലയുകയാണ്. ദൈവം ഈ ഹൃദയത്തെ പരിശോധിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷ നിത്യമായ നരകമാണ്. ഈ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു. നമുക്ക് പകരമായി പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ച് മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ദൈവപുത്രനായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നിത്യജീവന് ഓഹരിക്കാരായിത്തീരുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.